മലപ്പുറം പൊന്മുണ്ടം പഞ്ചായത്തിൽ ഇത്തവണയും കോൺഗ്രസും മുസ്ലിം ലീഗും നേർക്കുനേർ പോരിന്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെവ്വേറെ മത്സരിക്കാനാണ് തീരുമാനം. നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം അനുനയ ചർച്ചകൾ നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. മുസ്ലിം ലീഗും കോൺഗ്രസും എന്നും പരസ്പരം മത്സരിക്കുന്ന ചരിത്രമാണ് പൊന്മുണ്ടത്തിന്. കഴിഞ്ഞ 15 വർഷമായി മുസ്ലിം ലീഗാണ് പഞ്ചായത്ത് ഭരിക്കുന്നത്. ആകെയുള്ള 16 സീറ്റിൽ 12 ലീഗും 4 കോൺഗ്രസും. ഇടതുപക്ഷത്തിന് സീറ്റില്ല. ഇത്തവണ 2 വാർഡുകൾ കൂടി. UDF സഖ്യമായി മത്സരിക്കുകയാണെങ്കിൽ 9 സീറ്റുകളും 2.5 വർഷം പ്രസിഡന്റ് സ്ഥാനവുമാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. കോൺഗ്രസിനെ അവർ വർഷങ്ങളായിട്ട് ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി നിയമസഭയിൽ എന്തുകൊണ്ട് പിറകോട്ട് പോയി എന്ന് പാർട്ടി പഠിക്കണം. അവിടെ എന്തെങ്കിലും തരത്തിലുള്ള അവിഹിതമായ ബന്ധം ഇടതുപക്ഷവുമായി അവർക്കുണ്ടായിട്ടുണ്ടോ എന്ന് പാർട്ടി പഠനവിധേയമാക്കേണ്ടതാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കോൺഗ്രസ് അവരുടെ ശക്തി മനസ്സിലാക്കി വേണം സീറ്റുകൾ ചോദിക്കാനെന്നാണ് ലീഗ് നിലപാട്. കാലങ്ങളായിട്ട് ഇവിടെ UDF എന്ന് പറയുന്ന സംവിധാനം ഇല്ല. അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുത്തുന്നതിന് വേണ്ടി പല ചർച്ചകളും നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ചർച്ചകളുടെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. അവർ സൂചിപ്പിച്ചിരുന്നത് പകുതിയും വേണം എന്നുള്ള തീരെ ഒരു മാന്യമായ രീതിയിലില്ലാത്ത സംസാരമാണ് ആദ്യം തന്നെ വെച്ചത്. UDF ജില്ലാ നേതൃത്വത്തിന്റെ സമവായ ശ്രമങ്ങൾ തുടരുമെന്നാണ് സൂചന. 24 തിരൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.